വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകത്തിൽ കുറ്റം സമ്മതിച്ച് അഫാൻ. കൊലപാതകത്തിലേക്ക് നയിച്ചത് കടബാധ്യത എന്ന ആദ്യ മൊഴി ആവർത്തിക്കുകയാണ് അഫാൻ. ഇളയ മകൻ അഫ്സാന്റെ മരണവിവരം ചികിത്സയിലുള്ള ഉമ്മ ഷമിയെ അറിയിച്ചു. കൊലപാതകം നടത്തിയ മൂത്ത മകൻ അഫാന്റെ കാര്യങ്ങൾ ഒന്നും തന്നെ പക്ഷേ ഈ ഉമ്മയോട് പറഞ്ഞിട്ടില്ല. നിലവിലെ അവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ജിബിൻ ജെ ബി വിവരങ്ങളുമായിട്ട്. ജിബിൻ, അഫാൻ കുറ്റം സമ്മതിക്കുന്ന ഒരു വശത്ത്, മറുവശത്ത് ഇളയ മകൻ, തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടു എന്ന വിവരം ആ ഉമ്മയെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ആ ക്രൂരകൃത്യം ചെയ്തത് മൂത്ത മകനാണ് എന്ന് പറയാൻ ഒരുപക്ഷെ അത് എങ്ങനെ പറയണമെന്ന് പോലും ഡോക്ടർമാർക്ക് പോലും ഒരു നിശ്ചയമുണ്ടാകില്ല. എങ്ങനെയാണ് ഇപ്പോൾ അഫാന്റെ ഈ കുറ്റസമ്മതം ഉമ്മയെ കാര്യങ്ങൾ അറിയിച്ചത്? ദിവിഷ്, ഇപ്പോൾ ഈ അഫാൻ്റെ ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ് ഈ നിലവിൽ അഫാൻ ഉള്ളത്. ഇവിടെ വെച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് നേരത്തെ നൽകിയ മൊഴിയിൽ തന്നെയാണ് അഫാൻ വീണ്ടും ഉറച്ചു നിൽക്കുന്നത്. അതായത് കുടുംബത്തിൻ്റെ വളരെ വലിയ രീതിയിലുള്ള കടബാധ്യതയും അതുപോലെ ഉമ്മയോടുള്ള തീർത്താൽ തീരാത്ത പകയുമാണ് ഈ കൊലപാതകങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ള അതേ മൊഴിയിൽ തന്നെയാണ് അഫാൻ ഇപ്പോഴും ആവർത്തിച്ച് നിൽക്കുന്നത്. ഈ ഉമ്മയോട് പലതവണയായിട്ട് ഉമ്മയുടെ കൈവശമുള്ള മാലയൊക്കെ ചോദിച്ചിരുന്നു. അവർ അത് നൽകാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ ആ ഒരു കൊലപാതകത്തിലേക്ക് തന്നെ അഫാൻ പോയത്. ആ ഒരു കൊലപാതകം തന്നെ ആദ്യം നടത്തിയതെന്നുള്ള ഒരു മൊഴി കൂടിയാണ് അഫാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അഫാൻ എല്ലാ സിനിമകളും കാണുമായിരുന്നു. പക്ഷേ ഒരു സിനിമയും തന്നെ ഈ കൊലപാതകത്തിന് പ്രചോദനമായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി അഫാൻ ഇപ്പോൾ പോലീസിന് മൊഴിയായിട്ട് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്നാണ് അല്പം രാവിലെയോട് കൂടിയാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഉമ്മയോട് ഈ ഇളയ മകൻ്റെ മരണവാർത്തയൊക്കെ തന്നെ അഫ്സാൻ്റെ മരണവാർത്ത പോലീസ് അറിയിച്ചത്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും മൂത്ത മകനാണ് ഈ കൊലപാതകം ചെയ്തതെന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ആ അമ്മയെ ഇതുവരെയും അറിയിച്ചിട്ടില്ല. എന്തായാലും ഏറ്റവും പുതിയതായി നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത്, നേരത്തെ നൽകിയ അതേ മൊഴിയിൽ അഫാൻ ഉറച്ചു നിൽക്കുകയാണ്. കുടുംബത്തിൻ്റെ കടബാധ്യതയും അതുപോലെ തന്നെ ഈ മറ്റു കുടുംബാംഗങ്ങളോടുള്ള, പ്രത്യേകിച്ച് ഉമ്മയോടുള്ള തീർത്താൽ തീരാത്ത പകയുമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളൊരു മൊഴിയിൽ തന്നെയാണ് ഇപ്പോൾ അഫാൻ വീണ്ടും ഉറച്ചു നിൽക്കുന്നത്. ശരി, ജിബിൻ ജെ ബിയാണ് വിവരങ്ങൾ നൽകിയത്.